ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ചന്ദ്രബോസ് വിഷ്ണുവിനെതിരെയുള്ള തെളിവുകളൊക്കെ നിരത്തിക്കൊണ്ട് സോമശേഖരൻ പോലീസിനോട് പറയുന്നു, എടോ തെമ്മാടി പിടിച്ച ജീപ്പിനകത്തോട്ട് കയറ്റടോ. അങ്ങനെ വിഷ്ണുവിനെ ജീപ്പിനകത്തോട്ട് കയറ്റാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ദാണ്ട വരുന്നു നമ്മുടെ ശാലിനിയെ കണ്ടതും ചന്ദ്രബോസിൻ്റെ നല്ല ജീവനങ്ങ് പോയി. പെട്ടെന്ന് അവിടെ നിൽക്കുന്ന പോലീസുകാരും ചന്ദ്രബോസും എല്ലാം ശാലിനിക്ക് സല്യൂട്ട് ചെയ്യുവാണ്. ഇതൊക്കെ സത്യഭാമ കാണുന്നുണ്ട്. ശാലിനി ശാന്തയൊന്ന് നോക്കുന്നുണ്ട്. ശാന്തയും വിഷമത്തോടെ ശാലിനിയെ നോക്കുക. ചന്ദ്രബോസിനെ നോക്കി ശാലിനി ചോദിക്കുന്നു, ഗംഭീര പ്രകടനമാണല്ലോ ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ചന്ദ്രബോസ് ഉടനെ പറയൂ, മാഡം തെളിവോടുകൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാ പഴുതുകളും അടച്ചോണ്ടുള്ള അറസ്റ്റാ. അപ്പം ശാലിനി പറയാം, അത് പിന്നെ അങ്ങനെയല്ല വരുത്തുള്ളൂ, ജോലിയോട് കൂറും ആത്മാർത്ഥതയുള്ള ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, പ്രത്യേകിച്ചും പ്രതിയെന്ന് പറയുന്നാൽ ആജന്മ ശത്രുവാകുമ്പോൾ. പക്ഷേ ഇവിടെ കോടതി നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ അവസാന വാക്കൊന്നും അല്ലല്ലോ ACP ചന്ദ്രബോസ്. നമുക്ക് നോക്കാം. ചന്ദ്രബോസ് ഉടനെ പറയുക, നോക്കാനൊന്നുമില്ല മാഡം, ഇവനെ ഇതിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ മാഡം ഒരുപാട് പാടുപെടേണ്ടി വരും. കാരണവേ ഇതിൽ ഞാൻ അതിനു മാത്രം പണിയെടുത്തിട്ടുണ്ട്. പണിയെടുക്കണം നിങ്ങൾ, അതിനുവേണ്ടിയാ സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. നിന്ന നിൽപ്പിലാ ഇപ്പം ഹാർട്ട് അറ്റാക്ക് വരുന്ന കാലമാ. ഈ വലിയ തടിയുണ്ടല്ലോ, ഇതിങ്ങനെ അനക്കാതെ ഇളക്കാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നാലേ ചെന്ന് കിടക്കേണ്ടി വരുന്നത് എവിടാന്നറിയാവോ? പൊതുദർശന ഹാളിലായിരിക്കും. അതുകൊണ്ടേ ഒരു പൊടിക്കൊക്കെ നടങ്ങ് ചന്ദ്രബോസേ, അല്ലെങ്കിൽ എല്ലാവരുടെയും പ്രാക്ക് കിട്ടി പടുമരണം അടഞ്ഞേ മാലയിട്ടേ ഭിത്തിയിൽ പടമായിരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ ഇടയ്ക്കൊക്കെ പേരിനെങ്കിലും, ഇനി മറ്റുള്ളവരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാനെങ്കിലും ഒരല്പം നന്മയെങ്കിലും ചെയ്യ്. ഞാനീ പറഞ്ഞതൊക്കെ ജില്ലാ കളക്ടർ ശാലിനിയുടെ ഉപദേശമൊന്നും അല്ല, ഇനി ഉപദേശമായിട്ട് എടുത്താലും എനിക്കൊരു കുഴപ്പമില്ല. ശാലിനി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് രാഘവേട്ടനും സത്യാമ്മയും വിഷ്ണുവും പൊന്നിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്തായാലും ഇവിടെ അരങ്ങേറിയ ഗംഭീര പെർഫോമൻസിനെ കയ്യടിയൊക്കെ വാങ്ങി നിൽക്കുമല്ലയോ. അതുകൊണ്ട് അടുത്ത പണി എന്താന്ന് വെച്ചാൽ നോക്കിക്കോ, എനിക്ക് പറ്റുന്ന പണി ഞാനും നോക്കാം. ചന്ദ്രബോസ് വലിയ ഉറച്ച വിശ്വാസത്തിൽ പറയുക, ഞാനെടുത്ത ഈ പണിക്ക് മേലെ മാഡം പണിയെടുത്ത് ഇവനെ ഇറക്കുന്ന എനിക്കൊന്ന് കാണണം. എടുത്തൊന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം എടുത്തു വെച്ച പണിയുടെ മേന്മ. മാഡം ഒന്ന് ഓർത്തോ, ഞാൻ ഈ ചാർജ് ഷീറ്റിൽ എഴുതി പിടിപ്പിക്കുന്നേ എൻ്റെ സകല തന്ത്രങ്ങൾ ഉപയോഗിച്ചായിരിക്കും. ചന്ദ്രബോസിൻ്റെ ആ വാക്ക് കേട്ട് സത്യാമ്മയും രാഘവേട്ടനും അങ്ങ് സങ്കടത്തോടെ ശാലിനിയെ നോക്കുവാണ്. ഊരിപ്പോരാതിരിക്കാനുള്ള സകല പഴുതുകളും അടച്ച് ഇവനെ കൊണ്ടുപോവാ. സോമശേഖര, ഇവനെ പിടിച്ച് കേറ്റടോ ജീപ്പിനകത്തോട്ട്. ശാന്തയും ഇത് കേട്ടങ്ങ് സങ്കടപ്പെടുവാണ്. ചന്ദ്രബോസിൻ്റെ പവറിൽ സോമശേഖരൻ നടക്കട അങ്ങോട്ട് എന്നും പറഞ്ഞ് വിഷ്ണുവിനെ പിടിക്കുമ്പോൾ വിഷ്ണു പറയുന്ന, വിട്, എനിക്കറിയാൻ കയറാൻ, അച്ഛൻ പേടിക്കുകയൊന്നും വേണ്ട എന്നിങ്ങനെ വിഷ്ണു രാഘവേട്ടനോട് പറഞ്ഞിട്ടാണ് ആ ജീപ്പിൽ പോയി കയറുന്നത്. വിഷ്ണു ആ ജീപ്പിൽ കയറുന്നതിന് മുമ്പ് ശാലിനിയെ ഒന്ന് നോക്കുന്നുണ്ട്. ശാലിനിയും വിഷമത്തോടെ തന്നെയാണ് നോക്കുന്നത്. അത് കണ്ടുകൊണ്ട് ചന്ദ്രബോസ് പറയുന്നു, മാഡം ഇനി ഭർത്താവ് കുറച്ചുനാൾ ഞങ്ങളോടൊന്ന് അന്തി ഉറങ്ങട്ടെ. ശാലിനി ദേഷ്യം കൊണ്ട് തിളച്ച് മറിയുവാണ്. മിസ്റ്റർ ചന്ദ്രബോസ്, എല്ലാത്തിനും മീതെ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട്. എല്ലാ കേസുകളിലും ഉണ്ടാകുന്ന ഒരു പഴുത്, എനിക്ക് ആ ഒരൊറ്റ പഴുത് മതി എനിക്ക് എൻ്റെ വിഷ്ണുവേട്ടനെ രക്ഷിക്കാൻ. അതെനിക്ക് വേണ്ടി ഈശ്വരന്മാർ കൊണ്ട് തരികയും ചെയ്യും. നമുക്ക് കാണാം എന്നും പറഞ്ഞ് ചന്ദ്രബോസ് ശാലിനിക്ക് സല്യൂട്ടൊക്കെ ചെയ്തിട്ട് അങ്ങ് പോവാണ്. അങ്ങനെ വിഷ്ണുവിനെയും കൊണ്ട് ആ പോലീസ് ജീപ്പ് പോകുന്നതെന്ന് നോക്കി ശാലിനിയും സത്യാമ്മയും രാഘവേട്ടനുമെല്ലാം സങ്കടത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ചന്ദ്രബോസ് കാണിച്ച മാലയെക്കുറിച്ച് നമ്മുടെ രാഘവേട്ടൻ ചിന്തിക്കുന്നു. രാഘവേട്ടൻ ആ ഓർമ്മയൊക്കെ അപ്പോൾ കിട്ടുന്നുണ്ട്. ഓട്ടോറിക്ഷയിൽ തന്നെ പെട്ടി തുറന്ന് സ്വർണം നോക്കിയതും അപ്പോൾ ആ പെട്ടിയിൽ തന്നെ ഒരു സ്വർണ്ണമായിരിക്കും താഴെ വീണത്. അതാണ് ശാന്ത എടുത്തത്. എന്തൊക്കെ രാഘവേട്ടൻ ഓർമ്മ വരുന്നുണ്ട്. ഫാമേ, എനിക്കറിയാം അത് എവിടെ ഇരിക്കുന്നെന്ന് എനിക്കറിയാം. അത് കേട്ടിട്ട് പെട്ടെന്ന് ശാലിനിയും കമലനും സത്യാമ്മയൊക്കെ പെട്ടെന്ന് ഞെട്ടിത്തെറിച്ചങ്ങ് നോക്കുവാണ്. എനിക്കിപ്പോൾ എല്ലാം ഓർമ്മ വരുവാ, എനിക്കറിയാം എന്നും പറഞ്ഞ് രാഘവേട്ടൻ അകത്തോട്ട് എളുപ്പം പോവുകയാണ്. എന്തുവാ ഈ രാഘവേട്ടൻ പറയുന്നത്? അച്ഛൻ എന്തുവാ അച്ഛാ പറയുന്നത് എന്നും പറഞ്ഞ് എല്ലാവരും രാഘവേട്ടൻ്റെ പുറകെ പോകുന്നുണ്ട്. രാഘവേട്ടൻ പഴയതുപോലെ വന്ന് അലമാരിയൊക്കെ തുറന്ന് തുണികളൊക്കെ വാരി എറിഞ്ഞിങ്ങനെ നോക്കുവാണ്. അതിൽ നിന്ന് അപ്പോഴൊരു ബാഗ് കിട്ടുന്നുണ്ട്. ആ ബാഗ് എടുത്ത് തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു സ്വർണ്ണവിരിക്കുന്ന ബോക്സും ആ ബോക്സിനകത്ത് കുറേ സ്വർണ്ണാഭരണങ്ങളുമാണ്. സത്യാമ്മ ആ സ്വർണം കണ്ടങ്ങ് ഞെട്ടുക. രാഘവേട്ട, ഇത് അതെ ഞാനാ കണ്ടുപിടിച്ചത്. ശാലിനിയും സ്വർണം കണ്ടങ്ങ് ഞെട്ടി വായുമ്പളന്ന് നിൽക്കുക. ഭഗവാനെ, ഇത് ചന്ദ്രബോസിൻ്റെ കയ്യിലെങ്കിലും കിട്ടിയ എന്തായാനേ കഥ, ഞാനാ കണ്ടുപിടിച്ചത് എന്നും പറഞ്ഞ് കൊച്ചു പിള്ളേരെ പോലെ രാഘവേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുക.
ഈ സ്വർണത്തിന് വേണ്ടിയല്ലേ അവരെൻ്റെ മോനെ കൊണ്ടുപോയത്. ഇത് നിങ്ങൾ എളുപ്പം കൊണ്ട് കൊടുക്ക്, എന്നിട്ട് എൻ്റെ മോനെ വിടാൻ പറ. ശാലിനിക്ക് എന്ത് പറയണമെന്നറിയാതെ ശാലിനി കരയോ. അച്ഛ ഇതെങ്ങനെയാണ് ഇവിടെ വന്നത്? ഞാൻ കണ്ടതാ, ഞാനാ അതെടുത്ത് ഇവിടെ കൊണ്ട് വെച്ചത്, ഞാനാ അത് കണ്ടത് എന്നൊക്കെ വീണ്ടും രാഘവേട്ടൻ പറയുവാണ്. അവൻ വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചേ ഞാൻ ആ ഓട്ടോയിൽ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചത്. അത് പിന്നെ ഞാനങ്ങ് മറന്നുപോയി. രാഘവേട്ടൻ ഒരു പാവം കുഞ്ഞുങ്ങളെപ്പോലാണ് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ കണ്ട്. ഇത് കണ്ടിട്ട് ശാലിനിക്ക് എന്ത് പറയണമെന്നറിയില്ല. സത്യാമ്മയെ ഇങ്ങനെ ദേഷിച്ച് നോക്കുന്നു, സങ്കടപ്പെട്ട് നോക്കുക. എന്ത് പറഞ്ഞാലും രാഘവേട്ടൻ ഇപ്പം മനസ്സിലാകാത്ത ഒരു സ്റ്റേജിലിരിക്കുവാണ്. കമലൻ വന്ന് വിഷ്ണുവിനെയും കൊണ്ട് പോകുമ്പോൾ കാറിലിരുന്നുകൊണ്ട് വിഷ്ണു പറഞ്ഞിരുന്നു, അച്ഛാ ആ ഓട്ടോറിക്ഷയുടെ കീ അതിലിരിക്കുക, അതിനെന്താ മോൻ പോയിട്ട് വാ, ഞാനെടുത്ത് വെച്ചോളാടാ. അങ്ങനെ ഓട്ടോറിക്ഷയുടെ കീ എടുക്കാൻ പോയപ്പോഴാണ് രാഘവേട്ടൻ ആ സ്വർണവും ബാഗും ഇരിക്കുന്നത് കണ്ടത്. അങ്ങനെ ബാഗൊക്കെ തുറന്ന് പരിശോധിച്ചപ്പോൾ അത്രയധികം സ്വർണം ഇരിക്കുന്നു. അങ്ങനെ സ്വർണമൊക്കെ ഇങ്ങനെ വാരിയെടുത്ത് നോക്കുന്ന കൂട്ടത്തിലാണ് രാഘവേട്ടൻ്റെ കയ്യിൽ നിന്നൊരു മാല അങ്ങനെ താഴെ വീണത്. അത് രാഘവേട്ടനൊട്ട് കണ്ടതുമില്ല. അങ്ങനെ ആ സ്വർണം കൊണ്ടുപോയി ഭദ്രമായിട്ട് അലമാരി സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. വിഷ്ണു വരുമ്പം കൊടുക്കാമല്ലോ എന്ന് കരുതി. പക്ഷേ പിന്നീട് രാഘവേട്ടൻ അതൊന്നോട്ട് ഓർമ്മ വന്നതുമില്ല, രാഘവേട്ടനോട്ട് പറഞ്ഞതുമില്ല. സത്യാമ്മയ്ക്ക് ദേഷ്യം സഹിക്കാൻ വയ്യ. സ്വന്തം മകനെ കൊലയ്ക്ക് കൊടുത്തില്ലേ നിങ്ങൾ? ഈ സ്വർണം കൊണ്ടുപോയി ആരും കാണാതെ ഒളിപ്പിച്ച് വെച്ച സമയത്ത് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കാണുന്ന പ്രശ്നങ്ങൾ വല്ലതും ഇവിടെ ഉണ്ടാകുമായിരുന്നു. ദൈവമേ, ഇനി എങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റുന്നത്? രാഘവേട്ടൻ്റെ ആ ഇരിപ്പ് കണ്ട സങ്കടം വരുന്നുണ്ട് ശാലിനിക്കും പൊന്നിക്കും ഒക്കെ. അത്രയ്ക്ക് ഇന്നസെൻ്റായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. നിയമത്തിൻ്റെ മുന്നിൽ നിങ്ങളെൻ്റെ മോനെ കള്ളനാക്കിയില്ലേ? ഇതിനി അവനല്ല എടുത്തതെന്ന് പറഞ്ഞാലും ആരെങ്കിലും വിശ്വസിക്കുമോ? സത്യമ്മ രണ്ട് കൈയും കൊണ്ട് തലയ്ക്കടിച്ചിട്ട് കരയുവാണ്. ഭഗവാനെ, ഞാനിനി എൻ്റെ കൊച്ചിനെ എങ്ങനെ രക്ഷപ്പെടുത്തും? ഇനി ഒട്ടും വൈകണ്ട, ഈ സ്വർണം കൊണ്ടുപോയി നമുക്ക് സ്റ്റേഷനിൽ കൊടുക്കാം. പറ്റിയ അബദ്ധം നമുക്ക് അവരോട് പറയാം, എന്നിട്ട് നമ്മുടെ മോനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാം. അത് കേട്ടോണ്ട് ശാലിനി പറയാം, സത്യമ്മ ഇപ്പോൾ ഈ സ്വർണം സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കരുത്, ഇതുകൊണ്ടിപ്പോൾ ഒരു ഗുണവും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ മോൻ വിഷ്ണു ജയിലിൽ കിടക്കട്ടെന്നാണോ നീ പറയുന്നത്? അയ്യോ, അതല്ല സത്യമ്മേ, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇപ്പോൾ ഇത് ഏൽപ്പിക്കേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ചന്ദ്രബോസ് വിഷ്ണുവേട്ടനെ എങ്ങനെയൊക്കെ കേസിൽ പെടുത്താമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ സ്വർണവും കൊണ്ട് ഇപ്പോൾ സ്റ്റേഷനിൽ ചെന്നാൽ ഇതെല്ലാം വിഷ്ണുവേട്ടനെതിരെയുള്ള തെളിവുകളാക്കി ചന്ദ്രബോസ് മാറ്റും. പ്രത്യേകിച്ചും ആ പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങും എന്നൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം കൂടെ കേട്ട് സത്യാമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുവാണ്. നിങ്ങൾക്കിപ്പോൾ തൃപ്തിയായോ? എൻ്റെ കുഞ്ഞ് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മറവിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയല്ലോ, ഇതെല്ലാം അനുഭവിക്കുന്ന ഞങ്ങളല്ലേ? രാഘവേട്ടനെ വഴക്ക് പറയുന്നത് കണ്ടുകൊണ്ട് ശാലിനി പറയാ, സത്യമേ, അച്ഛൻ ഇതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ, ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇതിൽ നിന്നൊക്കെ നമുക്ക് വലിയ പരുക്കുകളില്ലാതെ രക്ഷപ്പെടുന്ന കാര്യമാണ് ആലോചിക്കേണ്ടത്. എങ്ങനെ സാധിക്കും? അതുകൂടെ നീ എനിക്കൊന്ന് പറഞ്ഞതാ. ഈ സ്വർണത്തിൻ്റെ പേരിൽ ഒരു കുടുംബം കണ്ണീരും കയ്യോടെ ഈശ്വരനെ വിളിച്ചുകൊണ്ടിരിക്കുക. ദൈവമേ, ആ കൊച്ചിൻ്റെ കല്യാണമാണ്. ഒരു വട്ടം ആ കൊച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇനിയും അങ്ങനെ ശ്രമിക്കില്ലെന്ന് എന്താ ഉറപ്പ്? നമ്മുടെ ഈ നാട്ടുകാർ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കാൻ പോകുന്നതെന്ന് പറയാനും പറ്റില്ല. ഇനി ആ കുടുംബത്തിൻ്റെ ശാപം കൂടെ ഈ കുടുംബത്തിലോട്ട് വന്ന് കയറിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം തികഞ്ഞു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഒന്നും മനസ്സിലാകാത്ത രീതിക്ക് രാഘവേട്ടൻ ഇങ്ങനെ നോക്കിയിരിക്കുക. സത്യാമ്മ ദേഷ്യത്തോടെ പറയുന്നു, ഇനി എല്ലാവരുടെ കൂട്ടത്തോടെ അങ്ങ് ആത്മഹത്യ ചെയ്താൽ മതി. രാഘവേട്ട, നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെയോ മഹാപാപം ചെയ്ത മനുഷ്യന് ഇല്ലെങ്കിലേ ഇത്രയധികം കഷ്ടതകൾ അനുഭവിക്കുമോ? ഇത് എങ്ങനെയാ മനുഷ്യ നിങ്ങളുടെ കൈ കിട്ടിയത്? നിങ്ങൾ എന്തിനാ ഇത് ഒളിപ്പിച്ച് വെച്ചതെന്ന് കണ്ണും മേടിച്ചിങ്ങനെ നോക്കിയിരിക്കുവാണ് രാഘവേട്ടൻ. നിങ്ങൾക്കിതിനൊന്നും ഒരു ഉത്തരവും ഉണ്ടാവില്ല, അതെനിക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങൾക്ക് മറവിയാണല്ലോ, ഒടുക്കലത്തെ മറവി. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ആരും ഒന്നും ചോദിക്കത്തില്ലല്ലോ നിങ്ങളുടെ അടുത്ത്. ഈശ്വര, എൻ്റെ മോൻ, എൻ്റെ വിഷ്ണു എന്നൊക്കെ പറഞ്ഞ് സത്യാമ്മ കരയുക. സത്യാമ്മ കരയുന്നത് കണ്ട് രാഘവേട്ടനും കരയുന്നുണ്ട്. ഇതെല്ലാം കണ്ട് സഹിക്കാൻ വയ്യാതെ പൊന്നിയും ശാലിനിയും ഇങ്ങനെ വിങ്ങുവാണ് നിന്നുകൊണ്ട്. അങ്ങനെ സത്യാമ്മയുടെ ദേഷ്യം അടങ്ങുന്നത് വരെ എന്തൊക്കെയോ രാഘവേട്ടനെ പറഞ്ഞിട്ട് അകത്തോട്ട് കയറി അങ്ങ് പോവുകയാണ്. അതുവരെ മിണ്ടാതിരുന്ന രാഘവേട്ടൻ ശാലിനിയോട് ചോദിക്കുക, മോളെ, ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? കരഞ്ഞോണ്ട് രാഘവേട്ടൻ പറയുക, ഞാൻ കുറ്റം ഏറ്റെടുത്ത് അകത്തുപോയി കിടന്നാൽ മതിയോ? അത് കേൾക്കുമ്പോൾ ശാലിനിയുടെ നെഞ്ചങ്ങ് പൊട്ടുവാണ്. അച്ഛൻ എന്തുവാ ഈ പറയുന്നത്? എൻ്റെ മോനെ പുറത്തിറക്കാനായിട്ട് എന്തിനും തയ്യാറായിട്ടാണ് മോളെ ഞാനിവിടെ ഇരിക്കുന്നത്. എൻ്റെ മക്കൾ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ മോള് പറയുന്ന പോലെ അച്ഛൻ ചെയ്യാം. എൻ്റെ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വിഷ്ണുവേട്ടന് പകരം അച്ഛൻ ലോക്കപ്പിൽ പോയി കിടന്നാൽ സത്യാമ്മയുടെ വിഷമം മാറുമോ? ഒരാൾക്ക് പകരം മറ്റൊരാളായതുകൊണ്ട് കാര്യമില്ലല്ലോ അച്ഛാ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഈ കേസ് എന്നേക്കുമായി എങ്ങനെ ഒഴിവാക്കി വിടും? അത് മാത്രമാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. സ്വർണം ഇനി എങ്ങനെയൊക്കെ ഏൽപ്പിച്ചാലും അതെടുത്തത് വിഷ്ണുവേട്ടനാണെന്നേ പറയൂ.
ഞാൻ കാരണമായി എല്ലാം ഉണ്ടായത്, ഈ നശിച്ച മറവിയ എല്ലാത്തിനും കാരണം എന്നും പറഞ്ഞ് വാവിട്ട് കരയുവാണ് രാഘവേട്ടൻ. അയ്യോ, ഞാൻ എൻ്റെ കുഞ്ഞിനെ കള്ളനാക്കി. ഞാനിനി എന്തിനാ ഒരധികപ്പറ്റായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്? ഞാനിനി ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കുന്ന എന്നും പറഞ്ഞ് രാഘവേട്ടൻ നെഞ്ചത്തിട്ട് ആഞ്ഞടിക്കുവാണ്. അച്ഛാ അച്ഛാന്ന് പറഞ്ഞ് പെട്ടെന്ന് ശാലിനി ആ കൈക്ക് കയറി അങ്ങ് പിടിക്കുവാണ്. അച്ഛൻ എന്തുവായി കാണിക്കുന്നത്? വിടുമോളെ, എനിക്കിനി ജീവിക്കണ്ട. ഞാനിനി എന്തിനാ ജീവിക്കുന്നത്? ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛനൊന്ന് സമാധാനത്തോടെ ഇരിക്കുക. അച്ഛന് ഞാൻ വെള്ളം കൊണ്ട് തരട്ടെ? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ അച്ഛന്? ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് രാഘവേട്ടൻ പറയുന്നു, എനിക്കെൻ്റെ വിഷ്ണുവിൻ്റെ കാര്യം ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. അവനെ നമുക്ക് സ്റ്റേഷനിൽ നിന്ന് ഇറക്കണ്ടേ? അതൊന്നും ഓർത്തണ്ട അച്ഛൻ വിഷമിക്കാതെ, അതൊക്കെ നമുക്ക് ചെയ്യാം. അച്ഛൻ ഇനിതാണ്ട് ഇങ്ങനെ ഒന്നും കാണിക്കല്ലേ. ഫാമയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല മോളെ. തെറ്റുകാരൻ ഞാനാണെന്നറിഞ്ഞപ്പം മുതൽ ചങ്ക് കത്തിയ മോളെ ഞാനിവിടെ ഇരിക്കുന്നത്. മോളെ, എത്രയും പെട്ടെന്ന് എൻ്റെ മോനെ അവിടെ നിന്ന് ഇറക്കണേ, ഇല്ലെങ്കിൽ ചങ്ക് കത്തി എത്രയും പെട്ടെന്ന് ഞാൻ തീർന്നു പോകും മോളെ. അതിനും മാത്രം സങ്കടം ഞാൻ കടിച്ചമർത്തുന്നുണ്ട് മോളെ. അച്ഛാ, സത്യാമ്മയുടെ വിഷമം കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. പക്ഷേ അച്ഛനിത് അറിയാതെ ചെയ്തു പോയതല്ലയോ? അച്ഛൻ്റെ ഓർമ്മക്കുറവ് കൊണ്ട് സംഭവിച്ചു പോയതല്ലയോ? ഇതിപ്പോൾ അസുഖം ആരുടെ ഒരു കുറ്റമല്ലല്ലോ. ആ നടക്കാൻ പോകുന്ന കല്യാണത്തിൽ ആ പെണ്ണിൻ്റെ അവരുടെ ആൾക്കാരുടെയും മുന്നിൽ സത്യാമ്മയ്ക്ക് തല കുനിച്ച് നിൽക്കേണ്ടി വന്നല്ലോ. അതുമാത്രമല്ല, ആ ACP ചന്ദ്രബോസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാകാതെ തകർന്ന് വായു മൂടിക്കെട്ടി നിൽക്കേണ്ട അവസ്ഥയിൽ നിന്നു പോയില്ലേ? അതെല്ലാം അച്ഛനിന് സംഭവിച്ച ഈ മറവി കാരണമാണ്. ആ ഒരു സങ്കടമൊക്കെ മനസ്സിൽ വെച്ചോണ്ടാ സത്യാമ്മ അങ്ങനെ പറഞ്ഞത്. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുവല്ലയോ അച്ഛ. അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള കേസും കൂടെയൊക്കെ ആവുമ്പോൾ ഇതിപ്പോൾ ആരാണെങ്കിലും തകർന്നു പോവില്ലേ അച്ഛ? എല്ലാം തരണം ചെയ്ത് പിടിച്ചു നിൽക്കുന്നില്ലേ? അതാ സത്യാമ്മ ചെയ്ത പുണ്യം കൊണ്ടാ ഇതൊക്കെ സത്യാമ്മ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ശാലിനി പക്ഷേ അത് കാണുന്നില്ല. മുമ്പ് ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തികളുടെ ഫലം അതുകൊണ്ട് മാത്രമാണ് സത്യാമ്മ പിടിച്ചു നിൽക്കുന്നത്. ഇതിനൊക്കെയുള്ള പരിഹാരം ഞാൻ തന്നെ കണ്ടോളാം. കല്യാണ വീട്ടിൽ കല്യാണ പെണ്ണിനെ അണിയിച്ചൊരുക്കുന്നുണ്ട്. സാരിയാണ് മനോഹരമായിട്ടൊക്കെ ഉടുപ്പിച്ചത്. പക്ഷേ ആഭരണങ്ങളൊന്നും കയ്യിലും കഴുത്തിലും ഇല്ല. അമ്മാവൻ വന്നിട്ട് ചോദിക്കുന്നത്, നിങ്ങളെല്ലാവരോടും ഒരുങ്ങി എങ്ങോട്ട് പോകാൻ പോവാ? അത് കല്യാണ മണ്ഡപത്തിലേക്ക്. അവിടെ അല്ലേ കല്യാണം നടക്കുന്നത്? അതിന് ലക്ഷ്മണൻ പിള്ള എവിടാ? ഈ പരിസരത്തെങ്ങും അയാളെ കാണാനില്ലല്ലോ. പറഞ്ഞതുപോലെ ചേട്ടൻ എവിടെ? മോളോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ അച്ഛൻ എങ്ങോട്ടാ പോന്നെന്ന് വല്ലോ? ഇപ്പം വരാൻ മോളെന്നും പറഞ്ഞ് പോയതാ. ഞാൻ സ്വർണ്ണം വിടാതെ ഇറങ്ങുന്നതിൽ അച്ഛന് വല്ലാത്ത സങ്കടമുണ്ട്. എന്ത് ചെയ്യാനാ മോളെ, നമ്മുടെ ഒരു വിധി. അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. എടി ഫാനു, നിനക്കെങ്കിലും അറിയാവോ അയാൾ എവിടാ പോയിരിക്കുന്നതെന്ന്? വിവാഹ മണ്ഡപത്തിലേക്ക് അച്ഛൻ കൈപിടിച്ച് കയറ്റേണ്ടതാ. എന്നിട്ട് അച്ഛൻ എവിടെ പോയി? അമ്മാവിന് കാര്യങ്ങളൊന്നും ശരിക്കും അറിയാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ചെറുക്കൻ്റെ അമ്മയോട് സ്വർണത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുവാ ഞാൻ. ആ തള്ളയാണെങ്കിലും ഒരു വല്ലാത്ത ആർത്തിക്കാരിയുമാണ്. കല്യാണത്തിൻ്റെ അന്ന് തന്നെ വേണം നിങ്ങൾ ഇതൊക്കെ പറയാൻ. ഇതൊക്കെ നേരത്തെ കാലത്തെ ആലോചിക്കേണ്ട കാര്യമല്ലയോ? ആ മോളുടെ അച്ഛനൊരു ബാഗും കൊണ്ട് ഓടി അങ്ങോട്ട് വരുന്നുണ്ട്. മോളെ, ഇത് കുറച്ച് റോൾഡ് ഗോൾഡാ. കല്യാണം മുടങ്ങാതിരിക്കാൻ അച്ഛൻ നോക്കിയിട്ട് ഈ ഒരു മാർഗ്ഗമേ ഉള്ളൂ. മോൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് വേണം മണ്ഡപത്തിലോട്ട് കയറാൻ. കാണാതായ സ്വർണം തിരിച്ചു കിട്ടുമ്പോഴേ അത് അവരോട് കാര്യം പറഞ്ഞ് തിരിച്ചു കൊടുക്കുകയും ചെയ്യാം. ജയശ്രീ ചോദിക്കുന്നു, അച്ഛാ ഇത് വേണോ അച്ഛാ? ഇതെങ്ങാനും അവരറിഞ്ഞു കഴിയുമ്പോൾ കല്യാണം നടക്കാൻ വേണ്ടി മുക്കുപണ്ടം കൊടുത്ത് അവരെ പറ്റിച്ചെന്നുള്ള നാണക്കേടൂടെ നമുക്ക് വരുത്തി വെക്കണോ? മോളെ, ഇതുകൂടെ മോടെ കഴുത്തിലില്ലെങ്കിൽ ചെറുക്കൻ്റെ അമ്മ സമ്മതിക്കത്തില്ല മോളെ. അത് പിന്നെ വലിയൊരു തർക്കമാവും. കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ കാല് പിടിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞോളാം. അതൊക്കെ കണ്ടോണ്ടാ അമ്മാവൻ പറയുന്നത്. അച്ഛനും മകളോട് ഇങ്ങനെ തർക്കിച്ചു നിന്നാൽ മതിയോ? നമുക്ക് മണ്ഡപത്തിലേക്ക് പോകണ്ടേ? എന്താ മോള് പറയുന്നത്? തൽക്കാലം ഇതിട്ടുകൊണ്ട് നമുക്ക് ചടങ്ങ് നടക്കട്ടെ മോളെ. നമുക്ക് വേണ്ടി എല്ലാവരും മണ്ഡപത്തിൽ കാത്തു നിൽക്കുകയാണ്. എന്താ മോള് പറയുന്നത്? പെട്ടെന്ന് അമ്മയും പറയുന്നു, മോളെ അച്ഛൻ പറയുന്നത് കേക്ക് മോളെ. നമ്മളിത് ആരെയും പറ്റിക്കാനോ വഞ്ചിക്കാനോ വേണ്ടി ചെയ്യുന്നതല്ലല്ലോ. സാഹചര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ലേ. ഇത് ആരോട് പറഞ്ഞാലും ഇതിലൊരു ന്യായം ഉണ്ട് മോളെ. മോൾ ഇതെടുത്ത് കഴുത്തിലും കാതിലും ഒക്കെ ഒന്ന് അണി. വേണ്ടമ്മേ, ഞാൻ റോൾഡ് ഗോൾഡ് ആഭരണം അണിഞ്ഞുകൊണ്ട് കല്യാണ മണ്ഡപത്തിലോട്ട് കയറില്ല. അങ്ങനെ കയറാനും പാടില്ല. അവർ ചിലപ്പോൾ എൻ്റെ ശരീരത്ത് സ്വർണം കാണാത്തതുകൊണ്ട് വല്ലൊക്കെ പറഞ്ഞെന്ന് വരും. പക്ഷേ വിനീത് ഒന്നും പറയില്ല. എനിക്ക് വിനീതിനെ നല്ല വിശ്വാസമുണ്ടമ്മേ. അപ്പോൾ ഫ്രണ്ട്സ്, ആ മോളുടെ വിശ്വാസം അങ്ങനെ കാത്തു രക്ഷിക്കട്ടെ. ശാലിനി ആ സ്വർണമെല്ലാം കൊണ്ടുപോയി ജയശ്രീക്ക് കൊടുക്കുവോ, അതോ അതിന് പകരം എന്താണ് അവൾ ചെയ്യാൻ പോകുന്നത്? വിഷ്ണുവിനെ എങ്ങനെയാണ് ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് എന്നൊക്കെയുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.